ന്യൂ നമ്പേഴ്സ്. ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. നമ്മൾ ഒരുപാട് നമ്പേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞുള്ള ഒരുപാട് നമ്പേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതിൽ തന്നെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് നമ്പേഴ്സ്, അതായത് ഇറാഷണൽ നമ്പേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, ABCD എന്ന് പറഞ്ഞൊരു സ്ക്വയർ. ആ സ്ക്വയറിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് 1 യൂണിറ്റ് ആണ്. സോ നമുക്ക് അതിൻ്റെ ഡയഗണൽ ആയിട്ടുള്ള BD എന്നതിൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമുക്ക് ABD എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാവും. നമ്മൾ അതിനെ മാറ്റി വരയ്ക്കുകയാണ് ABD എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിൻ്റെ സൈഡ്സ് ആയിട്ടുള്ള ABയുടെയും ADയുടെയും ലെങ്ത് 1 യൂണിറ്റ് ആണ്. സോ നമുക്കറിയാം, ബൈ പൈതഗോറസ് തിയറം നമുക്കറിയാവുന്ന കാര്യമാണ്, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയറിൻ്റെയും പെർപെൻഡിക്കുലറിൻ്റെ സ്ക്വയറിൻ്റെയും സമ്മാണ്. സോ അതായത് BD സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ആണ്. സോ ABയുടെയും ADയുടെയും വാല്യൂസ് നമുക്കറിയാം, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് BD സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. അതായത് BD സ്ക്വയറിൻ്റെ വാല്യൂ 2 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ BDയുടെ വാല്യൂ √2 യൂണിറ്റ് ആയിരിക്കും. സോ നമുക്കറിയാം 2 എന്ന് പറഞ്ഞ നമ്പറിന് ഒരു സ്ക്വയർ റൂട്ട് ഇല്ല. അതായത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആയിട്ട് നമുക്ക് 2നെ എഴുതാൻ പറ്റില്ല. സപ്പോസ് 4 ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 4 2 ആണെന്ന് നമുക്കറിയാം. സ്ക്വയർ റൂട്ട് ഓഫ് 9 3 ആണെന്നറിയാം. ഇവിടെ 2 എന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് അറിയില്ല. സോ ഇത്തരം നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് ഇല്ലാത്ത ഏതെങ്കിലും ഒരു നമ്പറിന് സ്ക്വയർ റൂട്ടിന് ഉള്ളിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അത്തരം നമ്പേഴ്സിനെയാണ് നമ്മൾ ആക്ച്വലി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഇറാഷണൽ നമ്പേഴ്സിനെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഈ ഒരു ലെങ്ത്തിന്, ഈ √2 എന്ന് പറഞ്ഞൊരു ലെങ്ത്തിനെ നമുക്കൊരു ഫ്രാക്ഷൻ്റെ ഫോമിൽ എഴുതാൻ സാധിക്കില്ല. സോ അങ്ങനത്തെ നമ്പേഴ്സിനെ ഫ്രാക്ഷൻ്റെ ഫോമിൽ P/Q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു കേസിൽ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, ABC എന്ന് പറഞ്ഞ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത് 2 യൂണിറ്റ് ആണ്. നമ്മളതിൻ്റെ C എന്ന് പറഞ്ഞ വേർട്ടെക്സ് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യണം. നമുക്കറിയാം, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ ഒരു വേർട്ടെക്സ് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും. സോ നമ്മൾ ബൈസെക്ട് ചെയ്യുന്നറിയാം. ഇവിടെ ADയുടെയും BDയുടെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ മാറ്റി വരയ്ക്കുകയാണ് ADC എന്ന് പറഞ്ഞ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇവിടെ ACയുടെ ലെങ്ത് 2 യൂണിറ്റ് ആണ്, ADയുടെ ലെങ്ത് 1 യൂണിറ്റ് ആണ്. എന്തുകൊണ്ടാണ് 1 യൂണിറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ AB എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത് 2 യൂണിറ്റ് ആയിരുന്നു. പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തപ്പം 2 ഈക്വൽ സൈഡ്സ് ആയിട്ട് ഈക്വൽ പാർട്ടാക്കിയിട്ട് നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ ഹൈറ്റ് ആയിട്ടുള്ള ഈ CDയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. സോ നമുക്ക് ബൈ പൈതഗോറസ് തിയറം നമുക്കറിയാം, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിൻ്റെയും പെർപെൻഡിക്കുലറിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആണ്. സോ AC സ്ക്വയർ ഇസ് ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് CD സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ CD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. CD ഇസ് ഈക്വൽ ടു AC സ്ക്വയർ മൈനസ് AD സ്ക്വയർ എന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിനി വാല്യൂസ് കൊടുക്കുകയാണ്. ACൻ്റെ വാല്യൂ 2 യൂണിറ്റ് ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ADയുടെ വാല്യൂ 1 യൂണിറ്റും ആണ്. സോ 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ആണ് CD സ്ക്വയറിൻ്റെ വാല്യൂ വരുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ CD സ്ക്വയറിൻ്റെ വാല്യൂ 4 മൈനസ് 1 ദാറ്റ് ഈസ് 3 യൂണിറ്റ് ആണ് നമുക്ക് കിട്ടും. സോ CD സ്ക്വയറിൻ്റെ വാല്യൂ 3 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ CDയുടെ വാല്യൂ √3 യൂണിറ്റ് ആയിരിക്കും. സോ ഇവിടെ 3ക്കും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. സോ √3 എന്ന് പറഞ്ഞാൽ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. സോ സ്ക്വയർ റൂട്ട് ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ക്വയർ റൂട്ട് ഇല്ലാത്ത ഏതെങ്കിലും ഒരു നമ്പേഴ്സിനെ നമ്മൾ റൂട്ടിനുള്ളിൽ എഴുതുകയാണെങ്കിൽ, സിമ്പിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, അത്തരം നമ്പേഴ്സിനാണ് നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു √2നെ നമുക്ക് വേറൊരു തരത്തിൽ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ക്വയർ മീറ്റേഴ്സ് ഏരിയയുള്ള ഒരു സ്ക്വയറിൻ്റെ സൈഡ്സ് ആയിരിക്കും √2 മീറ്റേഴ്സ്. സോ 2 സ്ക്വയർ മീറ്റേഴ്സ് ഏരിയയുള്ള ഒരു സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആയിരിക്കും 2 മീറ്റേഴ്സ് എന്ന് പറയും. കാരണം നമുക്കറിയാം, സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൻ്റെ സ്ക്വയർ ആണ്. സോ √2 സൈഡാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ 2 യൂണിറ്റ് ആയിരിക്കും ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് √2ൻ്റെയും √3ൻ്റെയും വാല്യൂസ് എന്താണെന്ന് നോക്കാം. √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 1.41421 എക്സെട്ര എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുക. അതായത് ഇതൊരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ഡെസിമലാണ് ആക്ച്വലി √2 എന്ന് പറയുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് √2ൻ്റെ വാല്യൂ 1.414 എന്നെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി √2ൻ്റെ വാല്യൂ 1.4 ആക്കിയിട്ടെടുക്കാം. വേണമെങ്കിൽ 1.41 എന്നും എടുക്കാൻ പറ്റും. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നതിനനുസരിച്ചിട്ടാണ്
നമ്മൾ റൂട്ട് 2ൻ്റെ വാല്യൂ എടുക്കുക. നമ്മളോട് 3 ഡെസിമൽ പോയിന്റ് വേണമെന്ന് പറഞ്ഞാൽ 1.414 എടുക്കും. സിംഗിൾ ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ 1.4 എടുക്കും. 2 ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ 1.41 എടുക്കും. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വാല്യൂ ചൂസ് ചെയ്യുക. ആക്ച്വലി നമുക്ക് ഇതിനെ ഒരു അസംഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് റൂട്ട് 2നെ വേണമെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 200 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. സോ നമുക്കറിയാം 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. സോ 1/10 പുറത്തേക്ക് വരും. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 200 ആണുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 196ൻ്റെയും 225ൻ്റെയും ഇടയിൽ, അതായത് 200ൻ്റെ വാല്യൂ 196ൻ്റെയും 225ൻ്റെയും ഇടയിലായിരിക്കും വരിക. 196 എന്ന് പറഞ്ഞാൽ 14ൻ്റെ സ്ക്വയർ ആണ്. 225 എന്ന് പറഞ്ഞാൽ 15ൻ്റെ സ്ക്വയർ ആണ്. സോ ആക്ച്വലി സ്ക്വയർ റൂട്ട് ഓഫ് 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14ൻ്റെയും 15ൻ്റെയും ഇടയിലായിരിക്കും വാല്യൂ വരിക. സോ കുറച്ചും കൂടെ നമ്മൾ 196ന് അടുത്തേക്കാണ് 200 വരുന്നുള്ളത്. സോ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് പറയാൻ പറ്റും? റൂട്ട് 2ൻ്റെ വാല്യൂ 14.1 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ റൂട്ട് 2ൻ്റെ വാല്യൂ, സ്ക്വയർ റൂട്ട് ഓഫ് 200ൻ്റെ വാല്യൂ 14.1 ആണെങ്കിൽ റൂട്ട് 2ൻ്റെ വാല്യൂ 1.41 എന്ന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റും. ഏതൊരു സ്ക്വയർ റൂട്ടിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റൂട്ട് 3ൻ്റെ വാല്യൂ നോക്കാം. റൂട്ട് 3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.73205 എക്സെട്ര എന്ന് പറഞ്ഞു പോവുകയാണ്. അതായത് ഇതും ഒരു നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ് ഡെസിമൽ ആണ്. സോ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? റൂട്ട് 3ൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൂട്ട് 3 ഈസ് ഈക്വൽ ടു 1.7 എന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1.73 എന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 1.732 എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് എക്സ് ഏരിയയുള്ള ഒരു സ്ക്വയറിൻ്റെ സൈഡ് ആയിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ ജനറലായിട്ട് പറയാൻ പറ്റും. സോ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് യൂണിറ്റ് ഏരിയ, എക്സ് സ്ക്വയർ യൂണിറ്റ് ഏരിയയുള്ള ഒരു സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആയിരിക്കും റൂട്ട് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ.